കുളിക്കാൻ പോകുന്നു പറഞ്ഞ് തുണി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തർ തേങ്ങ ചോദിച്ചുകൊണ്ട് നേരെ അടുക്കള വന്ന് കയറിക്കോളും. നിന്റെ അച്ഛൻ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റുന്നത്. ഇന്ന് അങ്ങനെ വരട്ടെ. അയ്യോ, അതങ്ങനെയല്ല. ഇങ്ങനെ ഞാൻ കാണിച്ചത്. എന്നാലും ആ താറാവുകാരൻ മാപ്പിളയുടെ ഒരു അഹങ്കാരമേ. വീട് കത്തിക്കാമെന്നും പറഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊരു വരവ്. വൈകുന്നേരം നിന്റെ അച്ഛൻ കള്ളം കുടിച്ചേച്ച് വരുമ്പം ഇതെങ്ങാനും അറിഞ്ഞാൽ മതി. പിന്നെ ഇവിടെ രാത്രിയിൽ എല്ലാവർക്കും അടിയും തൊഴിയും തന്നെ. ഭാഗ്യത്തിന് നിന്റെ അമ്മ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയല്ലേ മോനെ, ഇളയമ്മ അച്ഛൻ അടിച്ചു കൊല്ലും. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. കമലാക്ഷി, പാതി കുടംപുളി ഇട്ട് വെക്ക്. ബാക്കി മുഴുവൻ അങ്ങ് വറുത്തേര്. ഇന്നും രാത്രി മേളമായിരിക്കും. ആടെ നിനക്കെന്നെ കാര്യം ചെയ്യണം. ഞാൻ കയറി വീഴുമ്പോഴേ ദേഷ്യപ്പെടുത്തരുത്. ആ ശ്രീകരം, നീ പറയൂ. ഞാൻ പറയും. തെറ്റും കൂട്ടും രാത്രിയിലെ പാർട്ടിയൊക്കെ കൊള്ളാം. പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണം. എന്തോ പറ്റി വീട്ടിലിരിക്കാൻ വയ്യാത്തതായിട്ട്? ഒന്നും പറ്റിയില്ല. ഓരോരുത്തൻ തീയും ചോദിച്ചോണ്ട് നേരെ അടുക്കളയിലോട്ടല്ലേ വരുന്നത്. അടുക്കളയിലേക്ക് ആരാടി വന്ന് കയറിയത്? നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ. അതാ ചോദിച്ചത് ആരെന്ന്? വയലി മാപ്പിള. എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക്. അന്നേരം കമലാക്ഷി എവിടെയായിരുന്നു? കുളിക്കാൻ പോയിരുന്നു. അവൻ വന്നപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ബോട്ടി ചോറും തന്നേച്ച് വരുമ്പോഴാ. അവൻ ചോറ് തരാൻ വന്നപ്പോഴായിരുന്നു പൈലി വന്നത്. അതെ. എന്നിട്ട് പൈലി എന്തോ ചെയ്തു? എന്റെ കൈ കയറി പിടിച്ചു. കമലാക്ഷി, എടീ കമലാക്ഷി, പൈന് വന്ന് കയറിയപ്പോ നീ കുളിക്കാൻ പോയതായിരുന്നു ഇല്ലയോ? എവളിവിടെ തനിച്ചേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ടാ നീ കുളിക്കാൻ പോയത് ഇല്ലയോ? സഹായിച്ചു കൊടുത്തതാ? അല്ല. പിന്നെ? ഞാനിവിടെ ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാത്തത് കൊണ്ട്. അവൾക്ക് എന്നെ പേടിയുണ്ടാവണേല്. ഉണ്ടാവണേല്? അത് നിങ്ങൾ നേരത്തെ കരുതണമായിരുന്നു.
എന്താ വാസു സന്ധ്യക്ക്? ഞങ്ങൾ രാത്രി ആവുമ്പോ വരാം. എന്താ വാസു മുഖം വീർപ്പിച്ചിരിക്കണേ? സംഗതി പറ. വാസു ഫൈലി വാസു വാസു അയ്യോ